ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ കല കമൽ മഹൽ. അപ്പോൾ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷൻ അടിച്ചതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് കാര്യം അന്നേരം തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം ഓവറായിട്ട് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുമ്പോൾ വല്ലാണ്ട് ഞാൻ ചുമയ്ക്കും. സോ ഞാനിപ്പോൾ എൻ്റെ ത്രോട്ടിന് ഞാനിങ്ങനെ റെസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെയൊക്കെ ആയുധം എന്ന് പറയുന്നത് ത്രോട്ടാണല്ലോ. സോ ഞാൻ പറയാൻ വരുന്ന കാര്യം വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുക. എസ്പെഷ്യലി സ്ത്രീകൾ, നമ്മുടെ കുഞ്ഞുമക്കൾ, പെൺകുട്ടികൾ, നിങ്ങളെയാണ് ഞാൻ വളരെയധികം ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ ചതിക്കുഴിയിൽ അകപ്പെടുത്താൻ പല ഷേപ്പിൽ പല പദ്ധതികൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ചതിക്കുഴിയിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാര്യം വേറൊന്നുമല്ല, ഒരു 3 ദിവസത്തിന് മുമ്പ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 7:38 ആ ടൈമിലാണ് എനിക്ക് കോൾ വരുന്നത്. നോർമലി എൻ്റെ ഫോണിലേക്ക് ഏത് കോൾ വന്നിരുന്നാലും എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യും, നമ്മുടെ ട്രൂ കോളർ ഉള്ളതുണ്ട്. പക്ഷേ എനിക്ക് അന്നേരം ആ കോൺടാക്റ്റ് നമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും എൻ്റെ സോഴ്സ് എവിടെയാണെന്നൊന്നും എനിക്ക് ഡിസ്പ്ലേ ആവുന്നില്ലായിരുന്നു ഫോണിൽ. മാത്രമല്ല, എനിക്ക് റെഗുലറായിട്ട് പല കോൾസും വരുന്നുണ്ട്, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അതിലാരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കോൾ എടുത്തത്. പക്ഷെ കോൾ എടുത്തപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ചിങ് ആയിരുന്നു ആ സൈഡിൽ നിന്നിട്ട്. ഇങ്ങനെയായിരുന്നു, ഹലോ എണീറ്റായിരുന്നോ? അതായത് ഭയങ്കര ഇൻറ്റിമസി റിലേഷനുള്ള ഒരു വ്യക്തി ഉറങ്ങിക്കിടന്നിട്ട് അവരെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു വോയിസ് മോഡുലേഷനിലാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്. അപ്പം എന്നെ അങ്ങനെ വിളിച്ച് ചോദിക്കാനായിട്ട് ആരുമില്ല, ഓപ്പണായിട്ട് പറയാം. ഓക്കെ, ഇനി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2-3 ഫ്രണ്ട്സുണ്ട്. പക്ഷെ അവർ ഇങ്ങനെ ചോദിക്കത്തില്ല, എണീറ്റായിരുന്നോ ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല. എന്തു പറയേ, എണീറ്റോ, ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ചോദിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നി, ഇനി എന്നെ വേറെ ആരെങ്കിലും പറ്റിക്കുന്നതാണോ? ഇനി എൻ്റെ ഫ്രണ്ട്സിനൊരു പരിപാടിയുണ്ട്, അവർ കുറേ നാൾ വിളിക്കാതിരുന്നിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ചു കളയും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഹലോ ആരാ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞേ, എണീറ്റായിരുന്നോ? ഓപ്പണായിട്ട് പറയാം, അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ ഭയങ്കര സ്വീറ്റാണ്. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ടോണായിരുന്നു അവരുടേത്. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതാരാ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാമോ? അപ്പോൾ വീണ്ടും അതേ സൈഡിൽ നിന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, എണീറ്റോ ഇല്ലയോ, അത് പറ, എണീറ്റോ? സോ ഞാൻ ആ കോൾ അങ്ങ് ഡിസ്കണക്റ്റായി. ഞാൻ ഡിസ്കണക്റ്റ് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലി കോൾ ഡിസ്കണക്റ്റായി. ഞാൻ വീണ്ടും കുറച്ച് ഷാർപ്പായിട്ട് ചോദിച്ചു, ആരായത് എന്ന് ചോദിച്ചപ്പോഴത്തേനുമാണ് ശരിക്കും കോൾ ഡിസ്കണക്റ്റ് ആയത്. ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡിസ്പ്ലേ ചെയ്തു എൻ്റെ ഫോണിൽ സ്പാം. ഏകദേശം 40+ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്പാമാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് അന്നേരം തന്നെ ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു, വെറുതെ എന്തിനാ. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം വേറൊരു നമ്പറിൽ നിന്നിട്ട് അതേ വ്യക്തി എനിക്ക് കോൾ ചെയ്യുന്നു, ആ ഒരു മിനിറ്റിനകത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ വീണ്ടും എടുത്തു. എനിക്ക് ആ ടൈമിൽ വന്നപ്പോഴത്തേനും സ്പാം ആണെന്ന് സെക്കൻഡ് കോളിൽ എനിക്ക് ഫോണിൽ ഡിസ്പ്ലേ ചെയ്തു. ഞാൻ ഫോൺ എടുത്തു, ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് ചോദിച്ചു, ആരാടാ എന്ന് ചോദിച്ചു. കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവർ പറഞ്ഞു, വീണ്ടും അതേ സെയിം ടോണിൽ ഇങ്ങോട്ട്, എണീറ്റായിരുന്നോ, എന്താ എണീറ്റില്ലേ? ഉടനെ ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ
പുള്ളി കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു, ആരാടാന്ന്. പിന്നെ അതോടുകൂടി പോയി. ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടില്ല, പക്ഷേ കോള് തിരികെ വന്നിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ കുറേ നേരം ഇത് ഞാൻ നന്നായിട്ട് ചിന്തിച്ചൊരു കേസുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 1 or 2 വീക്സിനകത്ത് വെച്ചിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോൾസ് എല്ലാം മെൻ്റലി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്ന, സ്നേഹിച്ച വ്യക്തികളൊക്കെയും ചീറ്റ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹിച്ചവരിൽ നിന്നിട്ട് പ്രോപ്പറായിട്ട് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ മൈൻഡ് വൈസ് ഭയങ്കരമായിട്ട് ആ ഒരു ട്രോമയ്ക്കകത്ത് കിടക്കുന്ന, പല വിധത്തിൽ, ഇപ്പോൾ സ്നേഹത്തിൻ്റെത് മാത്രമല്ല, പല ഏരിയയിൽ നിന്നിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ട്രോമയ്ക്കകത്ത് കിടക്കുന്ന വ്യക്തികളുടെ കോൾസാണ് എനിക്കിപ്പോൾ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വോയിസും ഞാൻ ആ വ്യക്തികളെയും തമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു. കാര്യം ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പല ചോദ്യങ്ങളിലൊന്നാണ്, എണീറ്റായിരുന്നോ, കഴിച്ചോ, എന്ത് ചെയ്യുക, ഓക്കെ ആണോ. ബട്ട് അതിൻ്റെ പിന്നിൽ നിന്നിട്ട് ആര് എന്തുദ്ദേശത്തിലാണ് നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളത് വളരെയധികം വ്യക്തത വേണം. ഇപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ അതിനൊന്ന് വിഷ്വലൈസ് ചെയ്തു, ഒന്ന് റീക്രിയേറ്റ് ചെയ്തു, എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത്. എൻ്റെ മൈൻഡിലിട്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഒരു മെൻ്റലി ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന, എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല, എന്നെ ഒന്ന് തിരിച്ചറിയുന്ന ആരുമില്ല എന്ന് വിചാരിച്ച് വീക്കായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്തോ ആണ് ഈ കാര്യം വരുന്നു എന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു കോള് വന്നു എന്നിരിക്കട്ടെ, എണീറ്റായിരുന്നോ. അപ്പോൾ പെട്ടെന്നൊരു മരുഭൂമിയിൽ വറ്റി വരണ്ട് കിടന്ന മണലിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് വെള്ളം അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന ഫീലിലായിരിക്കും അവർക്ക് തോന്നുക. ഇത് കൊള്ളാമല്ലോ, ഇതാരാ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ, ഇത്രയും കരുതലുള്ള ആൾക്കാരുണ്ടോ എന്ന് ആര് കരുതും? ഈ മെൻ്റലി ട്രോമയിലിരിക്കുന്ന വ്യക്തികൾ കരുതും. അടുത്ത സ്റ്റെപ്പ് പുതിയ കോളാണേ. ഇവർ വീണ്ടും ചോദിക്കും, ഇതാരാ, എനിക്ക് മനസ്സിലായില്ല, അയ്യോ സോറി കേട്ടോ, നമ്പർ മാറിപ്പോയി, ഓക്കെ. പിന്നെ നമ്പർ മാറിയെന്ന് പറയുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ ചോദിക്കുന്നു. ആ ഫസ്റ്റ് ടേൺ മൈൻഡിനകത്ത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു അഫെക്ഷൻ ഉണ്ടാകുന്നു. ആ അഫെക്ഷൻ പല രീതിയിലേക്ക് പോകുന്നു. നിങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല ചതികുഴികളിൽ ചെന്ന് വീഴുകയും ചെയ്യും. സോ അലേർട്ടായിട്ടിരിക്കുക. നിങ്ങൾക്കെതിരെ നിങ്ങൾ പോലും അറിയാണ്ട് പല ചതികളും നടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന സ്നേഹമൊന്നുമല്ല ശരിക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നവരുടെ ഉള്ളിലുള്ളത്. പല ഉദ്ദേശങ്ങളും കാണും. അൺഎക്സ്പെക്റ്റഡായിട്ട് ആരെങ്കിലുമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് അവരുമായിട്ട് കമ്പനി വെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എല്ലാ ബന്ധങ്ങൾക്ക് പിന്നിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം ഈ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന ഒരുപാട് കോൾസിനകത്ത് ഇങ്ങനെയും പരിചയപ്പെട്ട ചില വ്യക്തികളിൽ നിന്നിട്ടുണ്ടായ തിക്താനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നോട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അനലൈസ് ചെയ്ത് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്ത് വരുമ്പോൾ ചതിയുടെ വലകൾ എവിടെയൊക്കെ കിടക്കുന്നുവെന്ന് ഇപ്പം കുറേയൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അലേർട്ടായിട്ടിരിക്കുക. നമ്മുടെയൊക്കെ ലൈഫ് നമ്മുടെ ഡിസിഷൻ്റെ അകത്തും നമ്മുടെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടിയുള്ള വീക്ഷണത്തിനകത്തുമാണ്. ആരിലും ഡിപ്പെൻഡഡ് ആവാതിരിക്കുക, ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക. ആരെങ്കിലും വന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു സ്നേഹത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 10-15 വട്ടം റിപ്പീറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അയാളെ നന്നായിട്ടൊന്ന് വീക്ഷിക്കുക. എന്തിനയാൾ വന്ന് മിണ്ടുന്നു, അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്, അയാൾക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, പിന്നെ നിങ്ങളവിടുത്തുള്ള അപ്രോച്ച് എങ്ങനെയാണ്, നിങ്ങൾ നിന്നിട്ട് എന്തൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ആവശ്യപ്പെടുന്നത്, എല്ലാം വളരെ അലേർട്ടായിട്ടിരിക്കുക. ഡിസ്കണക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യേണ്ട റിലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീണ്ടും കുടുങ്ങിക്കിടക്കാണ്ട് ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് കൊണ്ടുപോവുക. ശ്രദ്ധിക്കുക, ഒരു ചതി പറ്റിയെന്ന് പറഞ്ഞിട്ട് ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും ആത്മഹത്യയിലേക്കും പോകാതിരിക്കുക. എല്ലാറ്റിനും ഇവിടെ തന്നെ സൊല്യൂഷൻസ് ഉണ്ട്. ഒരു ജീവിതം ചതിയിലകപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുചെന്ന് ഇല്ലാതാക്കി കളയേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. സോ അലേർട്ടായിട്ടിരിക്കുക. ഇതുപോലെയുള്ള പല ഫ്രെയിമിൽ ചതികളുടെ വർക്ക് നടക്കുന്നുണ്ട്.
അലേർട്ടായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.